നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. തൃശൂരിൽ ചരിത്ര ജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക്. നരേന്ദ്രമോദിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. തകർപ്പൻ ജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമൊരുക്കി BJP. തൃശൂർ നഗരത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ നടക്കുകയാണ്. കിരീടമാണ് ഇനി തൃശൂർ. ഇനി തൃശൂരാണ് എൻ്റെ നെറ്റിപ്പട്ടം. ഇനി തൃശൂരാണ് എൻ്റെ തിടമ്പ്. ഇനി തൃശൂർ പൂരമാണ് എൻ്റെ ആദ്യത്തെ ഉദ്യമം. തൃശൂർ പൂരമാണ്. സൂരജ് സജിയും അശ്വിൻ പാലാഴിയുമുണ്ട് തൃശൂരിൽ നിന്ന്. ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, BJPക്ക് ഒരു ബാലികേറാമലയല്ല കേരളം എന്ന ആത്മവിശ്വാസം പകരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഈ ജയം. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണല്ലോ പ്രവർത്തകർ. അതിനൊത്തൊരു സ്വീകരണം അവിടെ നൽകുന്നുണ്ടല്ലോ അല്ലേ? ഗോകുൽ, വലിയ ആവേശത്തിലാണ് തൃശ്ശൂരുകാർ മുഴുവനുള്ളത്. പ്രത്യേകിച്ച് സമാനതകളില്ലാത്തൊരു വിജയം, ആഗ്രഹിച്ചിരുന്ന ഒരു വിജയം, അത് ഇത്തവണ തൃശ്ശൂരിൽ നേടിയെടുക്കാൻ കഴിഞ്ഞതിന്റെ വലിയ ആത്മവിശ്വാസവും ആഹ്ലാദവും എല്ലാം തൃശ്ശൂരിലെ BJP പ്രവർത്തകരുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആവേശത്തിലാണ് തൃശ്ശൂരിലെ BJPക്കാർ ഉള്ളത് എന്നുള്ളത്. ഈ മണ്ഡലത്തിൽ നിന്നാകെ ഇങ്ങോട്ടേക്ക് ആളുകൾ ഓടിയെത്തിയിട്ടുണ്ട്. വലിയ ആഹ്ലാദത്തിൽ തന്നെ തുടരുകയാണ്. ചേട്ടാ, എങ്ങനെ എന്ത് തോന്നുന്നു ഇപ്പോ? വിജയം തൃശ്ശൂർ എടുത്തിരിക്കുകയാണ്. സൂപ്പർ വിജയം. പക്ഷെ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത് സൂപ്പർ ഭൂരിപക്ഷമായി. തൃശ്ശൂർ ജനതയ്ക്ക് ഈ പരിപ്പിന് ഇവിടെ വേവുള്ളോ? കേരളത്തിൽ വേവാൻ പോണ പരിപ്പ് ഇനി BJPയുടെ പരിപ്പാണ്. എന്തായാലും തൃശ്ശൂർ എടുത്തു എന്നുള്ളതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇനി സുരേഷ് ഗോപിയെ കാത്തിരിക്കുകയല്ലേ? കൊല്ലങ്ങളായിട്ട് കാത്തിരിക്കുന്ന വിജയം സുരേഷ് ഗോപിയുടെ. അത് ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഒരു 15,000 വോട്ട് അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളത്. പക്ഷേ 74,854 വോട്ടിന് സുരേഷ് ഗോപി ഇവിടെ ജയിച്ചിരിക്കും. അത് ജനങ്ങളിലോട്ടാ. ഗോകുൽ, എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇവർ കാത്തിരിക്കുന്ന താരരാജാവ് സുരേഷ് ഗോപി അല്പസമയത്തിനുള്ളിൽ ഈ റൗണ്ടിലേക്ക് എത്തും. അതിനുശേഷം തൃശ്ശൂർ കാണുന്ന ഏറ്റവും വലിയൊരു പ്രകടനത്തിലേക്ക് ഈ BJP പ്രവർത്തകർ നീങ്ങും. 10,000-കണക്കിന് ആളുകൾ, 4,00,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനമാണ് അല്പസമയത്തിനുള്ളിൽ റൗണ്ടിൽ നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. അതിന്റെ ആവേശം ഈ റൗണ്ടിൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 1000-കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ കളക്ടറേറ്റിൽ നിന്ന് സുരേഷ് ഗോപിക്കൊപ്പവും 1000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിവിടെ എത്തുമ്പോൾ വലിയൊരു ജനക്കൂട്ടമായി മാറും. ഒരു തൃശ്ശൂർ പൂരത്തിന് സമാനമായ രീതിയിലേക്ക് ഒരു പ്രകടനം അത് തന്നെയാണ് BJP ആസൂത്രണം ചെയ്യുന്നത്. എന്തായാലും ആ ഒരു വലിയ ആഹ്ലാദ പ്രകടനത്തിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു. ചേച്ചി, എന്ത് തോന്നുന്നു ഇപ്പോ തൃശ്ശൂർ എടുത്തപ്പോ? എന്താണ് തൃശ്ശൂർ എടുത്തല്ലോ, ഇനി എന്ത് തോന്നുന്നു ഇപ്പോ? തീർച്ചയായിട്ടും ചരിത്ര വിജയമാണ് ഇത്. എന്താ പറയണ്ടത്, കേരളത്തിന്റെ, നമ്മുടെ BJPയുടെ കേരളത്തിലുള്ള ഭാവി, അതിന്റെ ആദ്യപടിയാണത്. ഇനിയും ഇവിടെ താമരകൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര മന്ത്രിയാ? കേന്ദ്രമന്ത്രി. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട്. ഗോകുൽ, ഇതുപോലെ സ്ത്രീകളും കുട്ടികളും അടക്കം 1000-കണക്കിന് ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ സുരേഷ് ഗോപി ഈ റൗണ്ടിലെത്തും. അവിടെ നിന്നാണ് ഈ പ്രകടനത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും 4,00,000-ഓളം ആളുകൾ പങ്കെടുക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ആ പ്രകടനം എത്രത്തോളം ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ BJP ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ആ പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗോകുൽ തൃശ്ശൂർ നഗരം. വലിയ ആവേശമാണ് തൃശ്ശൂരിൽ. BJP പ്രവർത്തകർക്ക് വലിയ സ്വീകരണം ഒരുക്കുന്നു അവർ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, ഗുരുവായൂരൊഴികെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ലീഡോടുകൂടിയാണ് ഇത്തവണത്തെ സുരേഷ് ഗോപിയുടെ വിജയം. ഒരു തരംഗം തന്നെ, സുരേഷ് ഗോപി തരംഗം തന്നെ തൃശ്ശൂരിൽ സൃഷ്ടിക്കാനായി. അത്തരത്തിലൊരു മികച്ച വിജയം, അതിൻ്റെ എല്ലാ ആവേശവും അതിൻ്റെ എല്ലാ നിറപ്പകിട്ടോടും കൂടിയ ഒരു ആഘോഷം, സ്വീകരണമല്ലേ അവിടെ നൽകുന്നത്? തീർച്ചയായും വലിയ ആവേശം നമുക്ക് പ്രകടമാണ്. സുരേഷ് ഗോപി തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് ഈ വാഹനത്തിൽ റോഡ് ഷോയായി സുരേഷ് ഗോപി തിരിച്ചിരിക്കുന്നു. വലിയ പ്രവർത്തക പ്രവാഹം അത് നമുക്ക് ഈ വഴി നീളെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വഴിയിൽ കാത്തു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സൂര്യന്റെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒരിക്കൽ കൂടി അശ്വിൻ പാലാഴിലേക്ക് വന്നു. അശ്വിൻ, എങ്ങനെയാണ് ഈ ഒരു റോഡ് ഷോയുടെ ക്രമീകരണം? എവിടെ മുതൽ എവിടേക്ക്? മണ്ഡലത്തിലാകെ ഒരു പര്യടനമൊക്കെ പദ്ധതി ഉണ്ടോ?
എന്തായാലും ആദ്യഘട്ടത്തിൽ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം തൃശ്ശൂർ റൗണ്ട് ചുറ്റി നഗരത്തിൽ അവസാനിപ്പിക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാണുന്ന ജനങ്ങളെല്ലാം കാത്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വരവിന് വേണ്ടിയാണ്. കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് അവർ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു ആഘോഷം ആദ്യഘട്ടത്തിലുണ്ടാകും. അതിനുശേഷമായിരിക്കും പ്രകടനത്തിലേക്ക് കടക്കുക. വാദ്യമേളങ്ങളും വർണ്ണപ്പകിട്ടോടുകൂടിയുള്ള പല സർപ്രൈസുകളുമെല്ലാം ഈ പ്രകടനത്തിൽ BJP ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളകളിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആഹ്ലാദം ഈ വിജയത്തിന് ശേഷമുള്ള ഈ പ്രകടനത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നിരവധിയായ ആളുകൾ ഈ തൃശ്ശൂർ റൗണ്ടിൽ തടിച്ചുകൂടി നിൽക്കുന്നത് ചേട്ടാ, എന്തായാലും വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, സുരേഷ് ഗോപിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ കുന്നംകുളത്തുനിന്ന് വന്നുള്ളതാ, നഗരസഭാ കൗൺസിലറാണ്. പൊളിക്കാണ്ടിരിക്കാൻ ഞങ്ങൾ പൊളിക്കും, തകർക്കും. അങ്ങനെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവർ. കുന്നംകുളത്ത് നിന്ന് എത്തിയ BJP പ്രവർത്തകരാണ്. ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടി എത്തിയതാണ്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും, ഈ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനു പുറമെ കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഈ വിജയം തൃശ്ശൂരിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഈ വിജയം ആഘോഷമാക്കാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വലിയൊരു ആഹ്ലാദ പ്രകടനത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ തൃശ്ശൂർ നഗരം കടക്കുമെന്നുള്ളതാണ് ഗൂഗിൾ പറയാനുള്ളത്. സൂരജ്, LDF ആയാലും UDF ആയാലും ആരുടെ വോട്ടുകളാണ് പോയത് എന്ന വലിയ വാഗ്വാദം അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ആരുടെ വോട്ടാണ് ചോർന്നതെന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ. ആ ചർച്ചകൾക്കിടയിലേക്ക് കൂടിയാണ് ഈ വലിയ വിജയം, അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലേക്കാണ് വലിയ വിജയം നേടുന്നതും. എല്ലായിടത്തും സമഗ്രമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടുള്ള ആധികാരികമായൊരു വിജയം തന്നെയല്ലേ? വ്യക്തമാക്കാമോ? സൂരജ് സജി, വലിയ പ്രവർത്തകാവേശം തൃശ്ശൂരിൽ വലിയ റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം നൽകുകയാണ് പ്രവർത്തകർ. BJP പ്രവർത്തകരാകെ ആവേശത്തിലാണ്. തൃശ്ശൂരിൽ വിരിഞ്ഞ താമര അതൊരു തുടക്കം മാത്രമെന്നതാണ് പ്രവർത്തകരുടെ അവർ പറയുന്നത്. അവരുടെ ആത്മവിശ്വാസം അതാണ്. കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തിൻ്റെ തുടക്കം അത് തൃശ്ശൂരിൽ നിന്നാണ്. വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് വലിയ മാർജിനിൽ ആദ്യ ജയം അത് വലിയ മാർജിനിൽ നേടുമ്പോൾ, ലോക്സഭയിലേക്കുള്ള ആദ്യ ജയം അത് വലിയ മാർജിനിൽ നേടുമ്പോൾ അത് ഒരു പരിധിയില്ലാത്ത ആത്മവിശ്വാസം അവർക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും 2021 LDF കൈവശപ്പെടുത്തിയ ഇടങ്ങളിലൊക്കെ തന്നെ അവരെ വലിയ മുന്നേറ്റത്തിൽ BJPക്ക് മറികടക്കാനാവുന്നുണ്ട്. അങ്ങനെ വലിയ വോട്ട് വ്യത്യാസമുള്ള വിജയം അതുകൂടി ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, ഞാൻ ചോദിച്ചത് എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും, അത് ഗുരുവായൂർ ഒഴികെയുള്ള മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപിയുടെ വിജയം. ആ വിജയം തൻ്റെ വ്യക്തിപരമായ വിജയം മാത്രമല്ല, സംഘടനാ വിജയം എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും BJP പ്രവർത്തകർക്കാകെ ആവേശം നൽകുന്ന ഒരു പ്രതികരണമല്ലേ അത്? തീർച്ചയായും. കാരണം അത്രത്തോളം വലിയ പ്രവർത്തനം അടിത്തട്ട് മുതൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP ഉപയോഗിച്ചിരുന്നു. കാരണം എങ്ങനെ ഇത്തവണ തൃശ്ശൂർ എടുക്കാമെന്നുള്ള ഒരു ചിന്ത തുടക്കം മുതൽ തന്നെ BJP പ്രവർത്തകർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 തവണ നേരിട്ട തോൽവി, അതിൽ നിന്നും ഒരു കരകയറ്റം അല്ലെങ്കിൽ വലിയ ആവേശകരമായൊരു വിജയം ഇത്തവണ അവർ പ്രതീക്ഷിച്ചിരുന്നു. ചേട്ടാ, ഇത്തവണ വരുമ്പോൾ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് BJP ഇവിടെ ജയിച്ചിരിക്കുന്നത്? BJP ആവേശത്തോടു കൂടി ഇവിടെ ഒരു താമര വിരിയേണ്ടത് 2-3 ആയിരുന്നു. അതൊന്നും കിട്ടിയില്ല. അതിൻ്റെ പേരിൽ ഇവിടെ കോൺഗ്രസിൻ്റെ മന്ത്രി മുരളീധരൻ പറഞ്ഞു, താമര വിരിയുന്നതല്ല, കോഴിമുട്ടയാണ് വിരിയുന്നത് തൃശ്ശൂരിൽ നിന്ന് മറുപടിയാണ് തൃശ്ശൂരിൽ വിജയം. അതെ, എല്ലാവരും എന്തായാലും അങ്ങനെ പല ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് വേളയിൽ BJPക്ക് നേരിടേണ്ടി വന്നിരുന്നു തൃശ്ശൂരിൽ. അങ്ങനെയുള്ള എല്ലാ ആരോപണങ്ങൾക്കുമുള്ള ഒരു മറുപടിയായി തീർച്ചയായിട്ടും ഒരു മധുര പ്രതികാരം എന്ന നിലയിലാണ് ഇന്നലെ സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ പോലും വന്നത്. തന്നെ പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഈ വിജയം എന്ന്, തന്നെ വേട്ടയാടിയവർക്കുള്ള മറുപടി എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ വിജയത്തെ വലിയ ആഘോഷമാക്കുകയാണ് BJP. ഇതൊരു തുടക്കം, തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുകയാണ് BJPയുടെ കേരളത്തിലെ വിജയങ്ങൾ എന്നതാണ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം. തൃശ്ശൂരിലൂടെ കേരളത്തിൽ താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് വലിയ സ്വീകരണം ഒരുക്കുന്നു BJP പ്രവർത്തകർ. റോഡ് ഷോ ആയി അവിടെ തൃശ്ശൂർ റൗണ്ട് ചുറ്റുന്ന ഒരു റോഡ് ഷോയിലേക്ക് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. സൂരജ് സജിയുണ്ട്. സൂരജ്, റോഡ് ഷോ, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സ്വീകരണ പരിപാടികൾ ഇന്നുണ്ടോ? ഒപ്പം നേതാക്കളിലേക്ക് സാന്നിധ്യം കൂടി ഉണ്ടല്ലോ ഈ റോഡ് ഷോയിൽ.
തീർച്ചയായും ഗോകുൽ, നിരവധി നേതാക്കൾ, അത് BJP-യുടെ മുതിർന്ന നേതാക്കൾ അടക്കം ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വലിയ പ്രവർത്തക പ്രവാഹം അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വഴിയിൽ കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. അവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഈ റോഡ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ, അതായത് ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത്, നടുവിലാലിലേക്ക് എത്തുന്ന സമയത്ത് 25,000-ലേറെ പേർ ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നുള്ളതാണ് BJP ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് ഈ റോഡ് ഷോ ആരംഭിക്കുന്ന വേളയിൽ, അതായത് നേരത്തെ നിശ്ചയിച്ചതിലും സമയം വൈകിയതോടുകൂടി ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് ഈ റോഡ് ഷോ ആരംഭിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ നിരവധി പേരാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഓപ്പൺ ലോറിയിൽ സുരേഷ് ഗോപി വന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളടക്കം നിരവധി പേർ ഈ റോഡ് ഷോയെ അനുഗമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. നമ്മളിപ്പോൾ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ഇരുവശവും നിയുക്ത BJP-യുടെ MP, അതായത് തൃശൂരിൽ താമര വിരിയിച്ച സുരേഷ് ഗോപിയെ കാണാൻ, അതായത് തൃശൂരിനെ ഹൃദയത്തോട് ചേർക്കുമെന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച സുരേഷ് ഗോപി, ആ സുരേഷ് ഗോപി വിജയകുരീടം ചൂടിക്കൊണ്ട് തിരിച്ചെത്തുമ്പോൾ ആ സുരേഷ് ഗോപിയെ കാണാനായി റോഡിന്റെ ഇരുവശവും തടിച്ചുകൂടിയിരിക്കുന്ന വൻ ജനാവലിയെ നമുക്ക് കാണാൻ കഴിയും. ആ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷമുള്ള റോഡ് ഷോ, വിജയത്തേരിലേറിയുള്ള റോഡ് ഷോ അതാ പടിഞ്ഞാറേക്കോട്ടയിലേക്ക്, തൃശൂരിന്റെ പടിഞ്ഞാറേക്കോട്ടയിലേക്ക് എത്തുന്നത്. തൃശൂർ കളക്ടറേറ്റിലെത്തി വിജയസാക്ഷിപത്രം വാങ്ങി പുറത്തിറങ്ങിയ സുരേഷ് ഗോപിയെ വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ സ്വീകരിക്കുകയായിരുന്നു. പിന്നാലെ ഓപ്പൺ വാഹനത്തിൽ കയറി ഇതാ സുരേഷ് ഗോപി ഓരോ പ്രവർത്തകരെ മാത്രമല്ല തങ്ങളുടെ വോട്ടർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സുരേഷ് ഗോപിയുടെ വാഹനത്തിന് തൊട്ടു പിന്നിലും, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് തൊട്ടു പിന്നിലും നിരവധി ആളുകളാണ്. അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ പകർത്തുന്ന ഈ വാഹനത്തിന് മുന്നിൽ പോലും നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടി ആ വാഹനത്തിന് തൊട്ടു മുന്നിൽ തന്നെയുണ്ട്. അതോടൊപ്പം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സുരേഷ് ഗോപി വരുന്ന വാഹനത്തിന് തൊട്ടു പിന്നിലും നിരവധി പ്രവർത്തകർ അണിനിരക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. റോഡിന് ഇരുവശവും സുരേഷ് ഗോപിയെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്ന തൃശ്ശൂരിലെ ജനങ്ങളുണ്ട്. ആ ജനസാഗരത്തിന് നടുവിലൂടെയാണ് ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്. വലിയ തിരക്ക്, അതായത് ഈ ജനങ്ങൾക്ക് നടുവിലൂടെ പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ പടിഞ്ഞാറേക്കോട്ടയിലേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക്, അത് വലിയ പ്രവർത്തക പ്രവാഹം പടിഞ്ഞാറേക്കോട്ടയിലേക്ക് എത്തുമ്പോൾ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ വഴിയൊരുക്കാനുള്ള ഒരു ശ്രമം അതിവിടെ നടത്തുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, അതാ ഈ റോഡിൽ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളെയുണ്ട്. അവരെ എല്ലാവരെയും സുരേഷ് ഗോപി അഭിവാദ്യം ചെയ്യുകയാണ്. തൃശ്ശൂരിലെത്തിയ ശേഷം ആദ്യ പ്രതികരണവും ഇത്തരത്തിലായിരുന്നു. അത് തൃശ്ശൂരിനെ ഹൃദയത്തിലേക്ക് ചേർക്കുമെന്നുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ താൻ പറഞ്ഞിരുന്നത്. ആ തൃശ്ശൂരിനെ ഹൃദയത്തേക്ക് ചേർത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ല, ഇനിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനിയുള്ള നാളുകളിൽ ഉണ്ടാവുക എന്ന് സൂരജ്. ഏതായാലും നമുക്ക് ആ സ്വീകരണ റോഡ് ഷോയിലേക്ക്, കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പത്തനംതിട്ട CPIM-ൽ പരസ്യ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. രാജു എബ്രഹാമിന്റെ ചിത്രം സഹിതമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ജില്ലയിലെ നേതാക്കളുടെ നിലപാടിനെതിരെ ഈ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നതാണ്. അത്തരത്തിൽ ഉള്ള ആ ഉൾപാർട്ടിയിലെ ചർച്ചകളൊക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു തിരിച്ചടിയായതോടുകൂടി മറനീക്കി പുറത്തു വരികയാണോ? പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ചുണ്ടായെന്ന തരത്തിലുള്ള വിമർശനമാണ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് CPIM-ലെ ഏരിയ കമ്മിറ്റി അംഗം തന്നെ അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ജില്ലയിൽ തന്നെയുള്ള നേതാവായ രാജു എബ്രഹാമിനെ പരിഗണിക്കാതിരുന്നതും തോമസ് ഐസക്കിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ചെന്ന തരത്തിലുള്ള വികാരം വലിയ തോതിൽ പ്രവർത്തകർ പങ്കുവെക്കുന്നു. ശ്രീജിത്ത്, ആ അടക്കം പറച്ചിലുകളൊക്കെ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് വരികയാണോ? അടക്കം പറച്ചിലുകൾ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് വരികയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം അൻസാരിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കുമ്പഴ സ്വദേശിയാണ്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് അൻസാരി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്ന ഒരു ജ്വല്ലറി പരസ്യത്തിന്റെ പഴയ വെച്ച് ഒരു പരസ്യത്തിന്റെ വാചകം വെച്ച് രാജു എബ്രഹാമിന്റെ ചിത്രം വെച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ തന്നെ ആർക്കും തന്നെ മനസ്സിലാവുന്നതാണ് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് പ്രശ്നം വന്നത്. എന്തായാലും ഇത് പോസ്റ്റ് വിവാദമായതോടുകൂടി നേതാക്കൾ ഇടപെട്ട് അടിയന്തരമായി തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ പോസ്റ്റിന് അടിയിൽ വന്ന ചില കമന്റുകളും കൃത്യമായ രീതിയിൽ ശരി. ഏതായാലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ ഘട്ടത്തിലൊക്കെയും പല പ്രശ്നങ്ങളും പത്തനംതിട്ടയിലെ CPM-ൽ ഉണ്ടായിരുന്നതാണ്. ഏതായാലും അത്തരത്തിലുള്ള വികാരം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അതൊരു പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശ്രീകുമാരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ.
തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുള്ള സ്വീകരണ പരിപാടി റോഡ് ഷോ പുരോഗമിക്കുകയാണ്. BJP പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട്, ആവേശമുണ്ട് ആ പരിപാടിയിൽ. അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, ഇനി ഒരുപക്ഷെ സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിന്ന് ഡൽഹിക്ക് പോയാൽ തിരികെ എത്തുന്നത് കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും. അത്തരത്തിൽ തന്നെയായിരുന്നു ആ പ്രചാരണങ്ങളും. അവിടെ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നതായിരുന്നു. അക്കാര്യത്തിൽ കൂടി ഏതാണ്ട് ഉറപ്പുകളൊക്കെ വരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഗോകുൽ, എന്തായാലും അക്കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നതിന് പിന്നാലെ തന്നെയാണ് ആഹ്ലാദം, ആഘോഷം അത് അതിന്റെ പാരമ്യതയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. തൃശ്ശൂർ റൗണ്ടിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സുരേഷ് ഗോപി മറ്റൊരു പ്രകടനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പടിഞ്ഞാറേക്കോട്ട കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആഹ്ലാദാരവങ്ങൾക്കിടയിലേക്ക് സുരേഷ് ഗോപി വന്നെത്തുന്നതോടെ ഇത് വീണ്ടും പാരമ്യത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് മുന്നോടിയായി വാദ്യമേളങ്ങൾ കൊട്ടിത്തുടങ്ങിയിരിക്കുന്നു, കാവടികൾ ആടിത്തുടങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപിയെ വരവേൽക്കാൻ തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്നത്. റൗണ്ടിൽ മാത്രമല്ല, ഈ സുരേഷ് ഗോപി വരുന്ന വഴിയാകെ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഈ പ്രകടനത്തിന്റെ ഭാഗമാകാൻ, ഈ വിജയാഹ്ലാദത്തിന്റെ ഭാഗമാകാൻ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്, അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു കാവിക്കടലായി തൃശ്ശൂർ നഗരം മാറാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തൃശ്ശൂർ റൗണ്ടിനുള്ളിലാണ്. ഇതിന്റെ ഇരട്ടിയിലധികം ആളുകൾ റോഡ് വഴിവക്കിലൊക്കെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് സുരേഷ് ഗോപിയെ കാത്തു നിൽക്കുന്നതാണ്. അവർ 2 തവണ കാത്തു ഈ വിജയത്തിന് വേണ്ടി. 2 തവണ പരാജയം നേരിടേണ്ടി വന്നു. അതിൽ തോറ്റു പിന്മടങ്ങാൻ, നിരാശരായി പിന്മടങ്ങാൻ തയ്യാറായില്ല. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. താഴെ തട്ട് മുതൽ കൃത്യമായ പ്രവർത്തനം നടത്തി, ഏകോപനങ്ങളെല്ലാം പിഴവില്ലാതെ മുന്നോട്ട് പോയി. സുരേഷ് ഗോപി എന്ന വ്യക്തിപ്രഭാവത്തിനൊപ്പം ഈ പാർട്ടിയുടെ സകല സംഘടനാ സംവിധാനങ്ങളും പ്രവർത്തിച്ചതിന്റെ ഫലമായി തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി തൃശ്ശൂർ ആഗ്രഹിച്ച, അല്ലെങ്കിൽ തൃശ്ശൂരിലെ BJP ആഗ്രഹിച്ച ആ ഒരു വിജയം അത് പ്രതീക്ഷിച്ചതിലും അപ്പുറം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 85,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുമ്പോൾ അത് BJP പ്രവർത്തകർ കണക്ക് കൂട്ടിയതിനപ്പുറമുള്ള വിജയമാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഇവരുടെ പ്രതികരണത്തിലേക്കൊക്കെ പോയപ്പോൾ ആ കണക്കുകൂട്ടലുകളെ മറികടന്ന അതിഗംഭീരമായ വിജയം എന്നുള്ളതാണ് അവർ തന്നെ ഈ വിജയത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതിൻ്റെതായ ആഹ്ലാദം, അതിനപ്പുറമുള്ള ആഹ്ലാദമാണ് നമുക്ക് തൃശ്ശൂരിൽ കാണാനാകുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രായഭേദമന്യേ ആളുകൾ ഈ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നൃത്തച്ചുവടുകൾ വെക്കുന്നു, താളമേളങ്ങൾക്കനുസൃതമായി നൃത്തച്ചുവടുകൾ വെക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ആഹ്ലാദ പ്രകടനത്തിന് മാറ്റുകൂട്ടാൻ പല ഘടകങ്ങളുമുണ്ട്. കാവടിയുണ്ട്, തെയ്യമുണ്ട്, ഒപ്പം വർണ്ണങ്ങൾ വാരി വിതറുന്ന പല സംവിധാനങ്ങളും ഈ പ്രകടനത്തിന് മാറ്റുകൂട്ടാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം കാത്തിരിക്കുന്നത്, എല്ലാ കണ്ണുകളും ഒരു കേന്ദ്രത്തിലേക്കാണ്. സുരേഷ് ഗോപിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആയിരങ്ങളുടെ അകമ്പടിയോടെയാണ് തുറന്ന വാഹനത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ നഗരം ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ആയിരങ്ങളിലേക്ക്, 10,000-ങ്ങളിലേക്ക് ഒത്തുചേരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു കാവിക്കടലായി തൃശ്ശൂർ നഗരം മാറുന്ന കാഴ്ചയിലേക്ക് നമ്മൾ പോകും. എന്തായാലും ആഹ്ലാദം അതിന്റെ എല്ലാ തലങ്ങളിലും കൊട്ടിക്കയറുകയാണ്. വാദ്യമേളങ്ങൾക്കൊപ്പം എല്ലാ ആളുകളും, തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും താളം തുള്ളുന്നു. അത് നിമിഷങ്ങൾ മാത്രം മുമ്പ് തുടങ്ങിയതല്ല, മണിക്കൂറുകളായി, ഏകദേശം ഉച്ചയോടുകൂടി തന്നെ തൃശ്ശൂർ ഒരു പൂരലഹരിയിലേക്ക്, കഴിഞ്ഞ മാസം പിന്നിട്ട പൂരത്തിന് ശേഷം തൃശ്ശൂർ കാണുന്ന മറ്റൊരു വലിയ ആഹ്ലാദ പ്രകടനം, വലിയൊരു മിനി പൂരം എന്ന് തന്നെ പറയാം, എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് തൃശ്ശൂരിലെ ജനസാഗരം മാറി എന്നുള്ളതാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP പ്രവർത്തകർക്കപ്പുറം സാധാരണക്കാരായ ജനങ്ങൾ ഈ വഴിയരികിലെല്ലാം കാത്തു നിൽക്കുന്നുണ്ട്. ആ ഒരു MP ആയി സുരേഷ് ഗോപി ഈ തൃശ്ശൂരിന്റെ വീതികളിലൂടെ നടന്നു നീങ്ങുന്നത് കാണാൻ 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും ഈ താളം, ഒപ്പം ഈ വാദ്യമേളങ്ങളെല്ലാം ആ സുരേഷ് ഗോപിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഗോകുൽ.